യന്ത്രങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. മനോരമ ക്യുക്ക് കേരള മിഷനറി ആൻഡ് ട്രേഡ് എക്സ്പോ സീസൺ 5 ഞാനിപ്പോൾ ഉള്ളത്. യന്ത്രങ്ങളുടെ ഈ ഒരു മഹാലോകത്തേക്ക് വരൂ, നമുക്ക് പോയി വരാം. അപ്പോൾ ഇത് എന്ത് മെഷീനാണ്? ഇത് ഡീഹൈഡ്രേറ്റഡ് ഡ്രയർ സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് എല്ലാ സംഗതികളും ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മുളപ്പിച്ച ചെറുപയറാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു 60% റിട്ടേൺ തിരിച്ച് കിട്ടും. ഒരു നാളികേരം ഉണക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, ഒരു സവാള, അതുപോലെ ക്യാരറ്റ്, എല്ലാ സംഗതികളും നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻസാണ് വരുന്നത്. ഇത് നമ്മൾ കസ്റ്റമൈസ്ഡാണ്. കസ്റ്റമർക്ക് ഏത് രീതിക്കാണ് വേണ്ടത് ആ രീതിക്ക് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്കിപ്പോൾ SS വേണമെങ്കിൽ SS ചെയ്യുക, അതുപോലെ MS MS ചെയ്ത് കൊടുക്കുക. അതുപോലെ 3 വർഷത്തെ സർവീസ് വാറണ്ടി ഉണ്ട്. ഫസ്റ്റ് 1 ഇയർ പാർട്സ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാക്കിംഗ് മെഷീൻസുകൾ വരുന്നുണ്ട്. എല്ലാ സംഘങ്ങളും പാക്ക് ചെയ്യാൻ പറ്റും. റോസ്റ്റർ വരുന്നുണ്ട്, സ്റ്റീമർ വരുന്നുണ്ട്. എല്ലാ സംഘങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സബ്സിഡി, ലോണ് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിയിൽ R&D ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. PFS മെഷീൻ എന്ന് പറയും. പിക്ക് ചെയ്യുക, ഫില്ല് ചെയ്യുക, സീൽ ചെയ്യുക. നമ്മുടെ 5 കിലോ പാക്കേജിങ്, ഗോൾഡൻ അഗ്രോ അല്ലെങ്കിൽ കൈമ റൈസ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന മെഷീൻസാണ്. അപ്പോൾ അവർക്കൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീൻ വന്നിട്ട് നമുക്ക് 5 കിലോ വരെ, 5 കിലോൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ ഈ നിലവിൽ ഇത് ചെയ്യുന്നത്. നമുക്ക് അപ് ടു 10 kg പാക്കിംഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അരിയൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഗ്രാനുൾസ് ഐറ്റംസ് എന്തും പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. നമുക്ക് ഒരു പെർ മിനിറ്റ് നമുക്ക് 5 to 6 പാക്കറ്റ്സ് നമുക്ക് പെർ മിനിറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലത്. ഇതിൻ്റെ റേഞ്ച് എത്രയാണ്? റേറ്റ് വരുന്നത്? പ്രൈസ് റേഞ്ച് വരുമ്പോൾ നമുക്ക് PFS മെഷീനാണത് 28 lakhs ആ റേഞ്ച് നമുക്ക് വരുന്നുണ്ട്. അത് അപ് ടു പ്യുവർലി എന്താ പറയുക, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് എന്ത് പ്രൊഡക്റ്റ് എത്ര സ്പീഡിൽ, എത്ര വെയിങ്ങിൽ, അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ 8 മണിക്കൂറിൽ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ എത്ര പ്രൊഡക്ഷൻ വേണം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രൈസ് കാര്യങ്ങൾ. ഇപ്പോൾ സെർവ് ആയിട്ടുണ്ടെങ്കിൽ സെർവോ അങ്ങനെയൊക്കെ ആടുമ്പോൾ അതിന് പ്രൈസ് വേരിയേഷൻസ് വരും. മീൻസ് ഇത് എവിടെയാണ് മെയിൻലി? നമ്മൾ വരുന്നത് അങ്കമാലി പുളിയനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിവിടെ കേരളത്തിലാണോ? അതെ, നമ്മൾ ലാസ്റ്റ് 15 years ആയിട്ട്, ഇപ്പോൾ 15 years ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. നമ്മൾ എല്ലാ തരം പാക്കിംഗ് മെഷീൻസ്, പാക്കിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത്. എല്ലാ പാക്കിംഗ് സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു R&D പ്രൊജക്റ്റ് മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാനുൾസിനുള്ള ടൈപ്പ് മെഷീൻസും ഉണ്ട്, പൗഡർ ഫില്ലിങ്സ് ഉണ്ട്, ബോട്ടിൽ ഫില്ലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് മെയിനായിട്ട് കറണ്ട് വേണം. പിന്നെ അതിൽ 3 ഓപ്ഷൻ വരും. കറണ്ട് വന്നിട്ട് ഫങ്ഷൻ ആവാനാണ്. ചൂടാവാനായിട്ട് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഡീസൽ വരും, ഗ്യാസ് വരും, കറണ്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ മെയിൻ ഈസി ആയിട്ട് കിട്ടുന്ന ഡീസലാണ്. അപ്പോൾ ഇത് ഡീസലാണ് ചൂടാവാം. നമുക്ക് എങ്ങനെ പറയുമ്പോൾ മറ്റേ കറണ്ട് വന്നിട്ട് ഫങ്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറണ്ട് വന്നിട്ട് ഇതിന് മാക്സിമം 1.5 HP കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഡീസലിനോട് കൂടെ നോക്കുമ്പോൾ ചൂട് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് ഡീസൽ ബർണറാണ് കാണുന്നത് നിങ്ങൾക്ക്. ഇത് വന്നിട്ട് മോട്ടർ അകത്ത് ചൂട് കറങ്ങാനുള്ള രീതിയിലാണ് മോട്ടർ കൊടുക്കുന്നത്. പിന്നെ അകത്തൊരു റൊട്ടേഷൻ ആവാനായിട്ട് മോട്ടർ കൂടെ ഉണ്ട്, അത് മേലെ കൊടുത്തുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മോട്ടർ മേലെ ഉണ്ട്. ഒക്കെ ചേർന്ന് ഒരു 1.5 HP കറണ്ട് യൂസ് ആവുള്ളൂ, പ്ലസ് ഡീസൽ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്? പ്രൈസ് ഇതിന് 3,50,000 പ്ലസ് ടാക്സ് വരും. ടാക്സും ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ. ഇത് എവിടെയാണ് മെയിൻലി കമ്പനി? ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണല്ലോ. പുറത്തുണ്ടോ ഇത്? പുറത്തുണ്ട്, നമ്മൾ സപ്ലൈ ഉണ്ട് എല്ലായിടത്തും. സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? വിത്തിൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. നമുക്കിപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സൈറ്റ് കാണുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ഞാൻ തരാം. കാർഡ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിസിറ്റിംഗ് കാർഡല്ല, അപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ബാക്കിയുള്ള മിഷനറീസ് ഇതിന് കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ കൊടുക്കും. ഇത് എന്തൊക്കെ സാധനമാണ് നമുക്കിതിൽ
ആവശ്യമുള്ളത്. ഇപ്പോൾ ഇത് വന്ന് റോട്ടറി ഓവൻ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കിപ്പോൾ കണക്കൂട്ട ബ്രെഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവ് മിഷൻ വേണം ആദ്യം മിക്സിങ്ങിന്. ഈ കാണുന്നതാണ് മിക്സർ. അപ്പോൾ ഇതിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വന്ന് ഇമ്പോർട്ടഡ് ആണ്. ആ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഇത് നമ്മളിവിടെ ഫാക്ടറി നിൽക്കുന്നതാണ്. ഇത് പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാവിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിങ് കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ. അത് തന്നെ. ഇതിപ്പോൾ നമുക്ക് സ്പൈറലാണ്. അപ്പോൾ ഇത് മിക്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ മോൾഡിലിടും. മോൾഡിലിട്ടിട്ട് ഒരു 2 hours 3 hours പ്രൂവിങ് ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓവനിൽ ഇടാനാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേക്ക് മെഷീൻ, കേക്ക് മിക്സർ, പ്ലാനറ്ററി മിക്സർ. ഇതും ഇമ്പോർട്ടഡ് ആണ്. ഇത് കാണുന്ന കൺവെൻഷൻ ഓവൻ. പിന്നെ നിങ്ങൾക്കിത് കാണാം, ഡിസ്പ്ലേ കാണാം. ഇത് വന്ന് നമ്മുടെ ബേക്കറിയിൽ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഇടാനുള്ളതാണ്. ഇത് മൾട്ടിപ്പിൾ കേക്ക് ഡിസ്പ്ലേ. ഏതൊക്കെ ഫ്ലേവറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക്? ഫ്ലേവർ നമ്മൾ മിഷനറീസ് മാത്രമാണ്. അപ്പോൾ അവിടുത്തെ മാസ്റ്ററിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഡെമോ കാണിക്കാനാണ്. ഏത് റേഞ്ച് ഒന്ന് പറയാമോ? ഇത് മെഷീൻ കോസ്റ്റ് വന്നിട്ട് 88,000 ആണ് മേലെ ബർജിയ ബേക്ക് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും പ്ലസ് ടാക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ. പിന്നെ താഴെ കാണുന്ന ഡബിൾ ഡെക്ക്, അത് ചൈന മെഷീനാണത്. ഒലയിൽ പറഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ് 1 lakh ആണ്. പിന്നെ ഇത് കാണുന്നത് 75,000 നോർമൽ കൗണ്ടർ. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഡിസ്പ്ലേ കൗണ്ടറാണ്. ഇതിൻ്റെ കോസ്റ്റ് 60,000. ഈ കാണുന്നത് ഇത് ഡിസ്പ്ലേ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിൽ കാണുന്ന ഡിസൈനോട് അതെ, അവർക്ക് ആ ഡിസൈൻ ഏത് വേണം നോക്കിയിട്ട് പ്ലാൻ ചെയ്യും. പിന്നെ കാണുന്ന മിഷനറീസ് ആണ്. ഇതിൻ്റെ കോസ്റ്റ് 1 lakh ആണ്. 1 lakh പ്ലസ് ടാക്സും. പിന്നെ ബാക്കി അതിൻ്റെ റേഞ്ച് ഇത് 4 kg, 3 kg, 2 kg, 1 kg ആ കാണുന്നത്. പിന്നെ സ്പൈറൽ മെഷീൻ 70 അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വേരിയേഷൻ ഉള്ളത്. അപ്പോൾ ആ കപ്പാസിറ്റി അനുസരിച്ച് മെഷീൻ നമുക്ക് എടുക്കണം. ഇപ്പോൾ ഒരു വീട്ടിലേക്കാണെങ്കിൽ നമുക്കൊരു ഡെക്കോർ എടുക്കാം. ഒരു 30 ലിറ്റർ പ്ലാനറ്ററി മിക്സർ എടുത്തു കഴിഞ്ഞാൽ ആ എന്താ പറയുക, ഈ ഹോം മേക്കിംഗ് ഉണ്ടല്ലോ, അവർക്കത് കറക്റ്റ് മെഷീനാണ്. നമ്മുടെ കമ്പനി ബാംഗ്ലൂരാണ് ബേസ്ഡ്. എക്സൽ ബേക്കറി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇമ്പോർട്ടഡ് ആൻഡ് ഇന്ത്യൻ മെയ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസ് ഉണ്ട്, പാക്കേജിങ് മെഷീനറീസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റൗസ്, അതിന് അസോസിയേറ്റഡ് ആയിട്ട് മരത്തിൻ്റെ തടിക്ക് പകരം യൂസ്, അതായത് നമ്മൾ വിറകിട്ട് കത്തിക്കില്ലേ, അതിന് പകരം ഗ്യാസ് ഡീസലിനൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വുഡ് പെല്ലറ്റ്സും അതിൻ്റെ അസോസിയേറ്റഡ് മെഷീനറീസും ഉണ്ട്. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇത് നമ്മൾ ഇമ്പോർട്ടഡ് ഡെസേർട്ട്സ് ചെയ്യുന്ന സ്നോഫ്ലേക്ക് മെഷീനാണ്. സ്നോഫ്ലേക്സ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് ലിക്വിഡ് അല്ലെങ്കിൽ ഷെയ്ക്സ് പോലെ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ സ്നോഫ്ലേക്സ് പോലെ ഡെസേർട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് റേഞ്ച് വരുന്നത് 55,000 മുതലുള്ള മെഷീൻസ് ആണ് സ്നോഫ്ലേക്സിന്റെ വരുന്നത്. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസ് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ജ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റൗസ് ഉണ്ട്, കുക്കിംഗ് സ്റ്റൗസ് ഉണ്ട്. സ്റ്റൗസ് എല്ലാം റൺ ചെയ്യുന്നത് വുഡ് പെല്ലറ്റ്സ് ആണ്. ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ്? മരത്തിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പെല്ലറ്റ്സാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന ടേസ്റ്റ് വരും. എന്നാൽ ഗ്യാസിനെക്കാട്ടിലും ഡീസലിനെക്കാട്ടിലും 60% കോസ്റ്റ് സേവിങ് ആണ്. Will you please explain what are the machines are used here? Hello, I'm hopefully grateful for you. Thank you. And we are from Peginagi Kitchen Engineering, Coimbatore. Okay. We are manufacturing all kinds of kitchen equipments. Okay. And we are doing commercial equipments like chapati making machineries, idiyappam making machineries, halwa making machineries. Okay. We are doing all kinds of kitchen equipments. And our motto is one-stop solution for all your kitchen needs. Okay, that is for nice. Commercial people, okay, we are giving all types of kitchen unit in one stop. That's our motto. Okay. And we are having lots and lots of machineries over here. We are showcasing over here. We already put this stall in Calicut also. Okay. Now here also we are putting it. Okay. That's it. നമ്മളത് വട മേക്കിംഗ് മെഷീനാണ് വരുന്നത്. നമുക്ക് മാവ് അരച്ചിട്ട് നമുക്ക് ഇനി അത് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. മാവ് അരച്ചിട്ട് ഇനി അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരേ തൂക്കത്തിലും ഒരേ ഷേപ്പിലും നമുക്ക് കിട്ടുന്നുണ്ട്. ആ തൂക്കം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
അങ്ങനെ നമുക്ക് മണിക്കൂറിൽ ഒരു 800 മുതൽ 1000 വരെ വട ഇതിനകത്തൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഒരു മണിക്കൂറിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈസി ആണല്ലേ ഉണ്ടാക്കാൻ? ശരിക്കും ചെയ്യാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങൾ വരുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും വട ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇല്ല, അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടും. അതിന്റെ ഷേപ്പ് എക്സാക്ട് വേണം, അതിന്റെ ടേസ്റ്റ് വേണം. അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിലാകുമ്പം നല്ല രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു എക്സ്പേർട്ടിന് അങ്ങനത്തെ ഒരാളെ ആവശ്യം കാര്യങ്ങൾ വരുന്നില്ല. മാവ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയി ഇവിടെ ഓർഡർ ചെയ്താൽ സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുതരും. അതെ അതെ അതെ, അങ്ങനെയുള്ളവർ എടുക്കുന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റുകളിൽ ലൈവായിട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതുണ്ട്. ബേക്കറി ഐറ്റംസിലേക്ക് എടുക്കുന്ന ആൾക്കാരുള്ളതുണ്ട്. പിന്നെ അത് നമുക്കൊരു നോർമൽ ഒരു അടുപ്പായിട്ട് ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് നീക്കി വെക്കുകയാണെങ്കിൽ നോർമൽ ഒരു അടുപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഡിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റുന്നതാണ്. മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് നോർമൽ ഒരു അടുപ്പായിട്ട് നമുക്ക് മറ്റുള്ള എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാനും ഇതിൽ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് നോർമലി ഉണ്ടാക്കുന്ന പോലെ. നോർമലി ഓക്കെ. അപ്പം വേറെന്താ വടയെ കൂടാതെ നമുക്ക് വേറെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ എല്ലാ സാധനവും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ആ ഒരു വടേൻ്റെ ഒരു നടുക്ക് ഹോള് വരുന്ന രീതിയിൽ എന്ത് ബാറ്ററാണോ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു ഷേപ്പിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ്. എണ്ണ സാധനങ്ങളും എണ്ണ പലഹാരങ്ങൾ ചെയ്യുക. പക്ഷേ ഇതിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഈ ഉഴുന്ന് വടേൻ്റെ ഈ ഒരു ഷേപ്പിലാണ്. ഉള്ളി വടേൻ്റെ ബാറ്റർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ ഉഴുന്ന് വടേൻ്റെ ഷേപ്പിൽ ഇതായിട്ട് വരും. ഇതിന്റെ പേരെന്താ? ഈ മെഷീൻ്റെ പേര് നമ്മൾ വട മേക്കിംഗ് തന്നെയാണ്. ആൽഫ കമ്പനീൻ്റെ വട മേക്കിംഗ് മെഷീൻ. നമ്മൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസാണ്. നമ്മൾ സാധാരണ ഈ പൗഡർ, ഗ്രോസറി ഐറ്റംസ്, അങ്ങനെയുള്ള കപ്പറണ്ടി മിഠായി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസാണ്. ചെറിയ ചെറിയ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ. ഇതെങ്ങനെയാണ്? ചെറുത് തൊട്ട് മീൻസ് വലിയ പാക്കറ്റ് വരെ പോവുക? നമുക്ക് സീലിംഗ് മെഷീൻ തുടങ്ങിയിട്ട് ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ വരെ ഉണ്ട് നമ്മുടെ കയ്യിൽ. സാധാ മോഡൽ ഹാൻഡ് സീൽ തുടങ്ങിയിട്ട് ഫുൾ ഓട്ടോമാറ്റിക് നമ്മൾ ഇട്ട് കൊടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് വേയിങ്, ഫില്ലിങ്, സീലിംഗ് എല്ലാം ചെയ്തു വരുന്ന രീതിയിലുള്ള മെഷീൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. സാംബാക്ക് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഇവിടെ എറണാകുളം സാംബാക്ക് എന്നാണ്. എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾ പുറത്തുണ്ടോ? ഇവിടെ മീൻസ് കമ്പനി പുറത്തുണ്ടോ? ഉണ്ട്, കോയമ്പത്തൂരാണ് നമ്മുടെ ഫാക്ടറി ഒക്കെ വരുന്നത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂര് ബ്രാഞ്ചസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മെഷീൻ അല്ലേ? ഒന്ന് പറയാമോ? കുറച്ചൊരു ചെറിയ എക്സ്പ്ലെയിൻ ആയിട്ട് എല്ലാം. ഓക്കെ, ഇതിപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഫ്ലോർ റാപ്പിംഗ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിലെ നമ്മൾ കപ്പലണ്ടി മിഠായി, ബിസ്ക്കറ്റ്, കുക്കീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ ഫ്ലോർ റാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബേക്കറി ഐറ്റംസ് അവർക്കായിട്ടൊക്കെയാണ് കൂടുതൽ ഈ മെഷീൻസ് കൊണ്ടുപോകുന്നത്. അതിൽ പപ്പടം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബണ്ണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൺവേ ടൈപ്പ് ആണ്. അപ്പം കുറെ കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ എംബ്രോയിഡറി മെഷീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ, ഓട്ടോമാറ്റിക്. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഡിസൈൻസ്, വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ പ്രിൻറ്റിങ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത് അതിന് പകരം സ്റ്റിച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ബ്രാൻഡഡ് യൂണിഫോം അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷർട്ടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലോഗോസ് സ്റ്റിച്ച്ഡ് ആയിരിക്കും. അതെല്ലാം ഇങ്ങനത്തെ മെഷീനറിയിൽ വരുന്നത്. ഇതിൽ വെറൈറ്റി ആയിട്ട് തോന്നി. അതെ അതെ, ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മളൊരു സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ സിഗ്നേച്ചർ പോലും സ്റ്റിച്ച് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിപ്പം എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കാര്യമായിട്ട്? സാരി അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓൾ മെറ്റീരിയൽ, എല്ലാ ഫാബ്രിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ലെതർ, റെക്സിൻ പോലും നമുക്ക് ചെയ്യാം.